വിട പറയുന്ന ഒരുവൻ വിട പറയുന്നത് പോലെ നിസ്കരിക്കാം. ഇനി വേറൊരു നിസ്കാരം ഉണ്ടാകൂല. അങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ മരണം ഉണ്ടാകുക. ചിലപ്പോൾ ളുഹർ നിസ്കരിച്ച് അസറിന് മുമ്പോ, അസർ നിസ്കരിച്ച് മഗ്രിബിന് മുമ്പോ, ഫജ്ർ നിസ്കരിച്ച് ളുഹറിന് മുമ്പോ ഒക്കെ ആയിരിക്കും നമ്മൾ മരണം ഉണ്ടാകുക. ഇമാം ബക്ർ അൽ മുസ്നി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇദാ അറദ്ത അൻ തൻഫഅക സ്വലാതുക ഫഖുൽ ലഅല്ലി ലാ ഉസല്ലി ഗൈറഹ. നിസ്കാരത്തിൽ ഇഖ്ലാസ് അതുണ്ടാകുവാൻ, നിസ്കാരത്തിൽ ഖുശൂഅ് വർദ്ധിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിസ്കാരത്തിന് മാത്രമല്ല, ഏതൊരു ഇബാദത്താകട്ടെ ഈ ഒരു രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഖുശൂഅ് വർദ്ധിക്കും. അദ്ദേഹം പറയുകയാണ്, നിന്റെ നിസ്കാരം നിനക്ക് ഉപകാരപ്പെടണമെങ്കിൽ നീ പറയുക, ഇതിന് ശേഷം എനിക്ക് വേറൊരു നിസ്കാരമില്ല എന്ന് പറയുക. എന്നിട്ട് ആ ഒരു ചിന്തയോടുകൂടി നിസ്കരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശമാണ്, ഇദാ ഖുംത ഇലാ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. നിസ്കാരത്തിന് വേണ്ടി നീ എഴുന്നേറ്റ് നിന്നാൽ വിട പറയുന്ന ഒരുവൻ വിട പറയുന്നത് പോലെ നീ നിസ്കരിക്കാം. ഇനി വേറൊരു നിസ്കാരം ഉണ്ടാകൂല എന്നെന്ത് ചെയ്യുക? സ്വന്തത്തോട് മന്ത്രിക്കുക. അപ്പോൾ ആ നിസ്കാരം ഏറ്റവും ഇസ്തിഹ്ലാറോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി, ഖുശൂഅോടുകൂടി നിർവഹിക്കാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ മരണം ഉണ്ടാകുക. ചിലപ്പോൾ ളുഹർ നിസ്കരിച്ച് അസറിന് മുമ്പോ, അസർ നിസ്കരിച്ച് മഗ്രിബിന് മുമ്പോ, ഫജ്ർ നിസ്കരിച്ച് ളുഹറിന് മുമ്പോ ഒക്കെ ആയിരിക്കും നമ്മൾ മരണം ഉണ്ടാകുക. ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും നമ്മൾ മനസ്സിനോട് പറയുക, അത് അവസാനത്തെ നിസ്കാരം എങ്കിൽ അതിൽ ഉപകാരമുണ്ടാകും, അതിൽ ഖുശൂഅ് ഉണ്ടാകും, മനസാന്നിധ്യമുണ്ടാകും എന്ന് പറയുകയാണ്.